നാട്ടിൽ ആദരം കിട്ടിയില്ലെങ്കിൽ, നാട്ടിൽ ആദരിച്ചില്ലെങ്കിൽ, നാട്ടിലുള്ളവർ മൈൻഡ് ചെയ്തില്ലെങ്കിൽ നമ്മളൊന്നും ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല, ഏത് മേഖലയിലാണെങ്കിലും. പിന്നെ തണൽ സൗഹൃദ കൂട്ടായ്മ എന്നെ ഈ പ്രോഗ്രാമിലേക്ക് വിളിക്കുന്നത് ഷാജൻ ചേട്ടനാണ്. ഷാജൻ ചേട്ടനുമായിട്ട് വളരെ വർഷങ്ങളുടെ സൗഹൃദമാണുള്ളത്. ഒരുപാട് കാണുമ്പോൾ ഒത്തിരി സംസാരിക്കാറുണ്ട്. എന്നെ ഈ തണൽ സൗഹൃദ കൂട്ടായ്മയിലേക്ക്, നിങ്ങളുടെ ഈ തണലിൻ്റെ കീഴിലേക്ക് എന്നെ വിളിച്ചതിൽ പ്രത്യേകിച്ച് ഷാജൻ ചേട്ടനും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്കും, തണലിലെ ഓരോ വ്യക്തികൾക്കും കുടുംബാംഗങ്ങൾക്കും ഇതിൻ്റെ പ്രവർത്തകർക്കും ഭാരവാഹികൾക്കും എനിക്കുള്ള സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. രമേശ് ചേട്ടൻ പറഞ്ഞ പോലെ എൻ്റെ നാടക ഗുരുവാണ്. ഞാനൊക്കെ ചെറുപ്പകാലത്ത് ഞങ്ങളുടെ നവഭാവന, പാറമ്പുഴ നവഭാവന ക്ലബിൻ്റെ നാടകമൊക്കെ സംവിധാനം ചെയ്ത് പറഞ്ഞ് പഠിപ്പിച്ച്, അതൊക്കെ ആയിരിക്കാം ഒരു ദൈവാധീനം, ഗുരുത്വമൊക്കെ ആയിരിക്കാം നമ്മൾ അമച്ചൂർ നാടകത്തിലൂടെ ഈ തിരുവഞ്ചൂർ അമ്പലത്തിലും തിരുവഞ്ചൂർ പബ്ലിക് ലൈബ്രറിയിലും ഒക്കെ ഒരുപാട് നാടകം അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ കുറേ കാലഘട്ടത്തിൽ തിരുവഞ്ചൂർ PMHS സ്കൂളിലെ നാടക സംവിധായകനായിരുന്നു ഞാൻ. കുറേ വർഷം അതങ്ങനെ പോയി. ഈ തണൽ സൗഹൃദ കൂട്ടായ്മയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ 10 വർഷമായെങ്കിലും ഇതൊരു 50 വർഷത്തിൻ്റെ പക്വതയിലും പ്രൗഢിയിലുമാണെന്ന് റിപ്പോർട്ട് കണ്ടപ്പോൾ, സെക്രട്ടറി അവതരിപ്പിച്ച റിപ്പോർട്ട് കണ്ടപ്പോൾ മനസ്സിലാക്കുന്നു. രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്ത്, ആതുര സേവന രംഗത്തൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു കൂട്ടായ്മയാണ് തണൽ സൗഹൃദ കൂട്ടായ്മ. എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. തണൽ സൗഹൃദ കൂട്ടായ്മയിലെ എല്ലാവർക്കും, നിങ്ങൾ ഓരോരുത്തരുടെയും കാൽപാദങ്ങളിൽ തൊട്ട് നമസ്കരിച്ചുകൊണ്ട് നിങ്ങൾ ഓരോരുത്തർക്കും നന്ദി പറയുന്നുണ്ട്. പിന്നെ ഒത്തിരി സന്തോഷം, ഡോക്ടർ റോണി എന്നെ വന്ന് പരിചയപ്പെട്ടു. ശ്രീലക്ഷ്മിയുടെ അച്ഛനല്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതെ, ഞാനും ശ്രീലക്ഷ്മി ഒന്നിച്ച് ഇവിടെ വിവേകാനന്ദ സ്കൂളിൽ പഠിച്ചതാണ്. അപ്പോൾ പറഞ്ഞിങ്ങനെ ഡോക്ടറാണ്, ശ്രീലക്ഷ്മി എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അവൾ, എൻ്റെ മോളും ഡോക്ടറാണ്, ഹോമിയോ ആണ്. അവളിപ്പോൾ ഈ തിരുവഞ്ചൂർ പെട്രോൾ പമ്പിനോട് ചേർന്ന് ശ്യാം ഡോക്ടർ ക്ലിനിക്കിൽ രാവിലെ 10 തൊട്ട് 2 വരെ അവൾ ഇരിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പം ഡോക്ടർ റോണി PGക്ക് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നു. എൻ്റെ മോളും PG നീറ്റിന് വേണ്ടിയിട്ട് ഒരു നീറ്റ് എഴുതി കിട്ടിയില്ല. അടുത്ത PG നീറ്റ് വരുന്നത് ഏപ്രിലാണ്. അതിന് വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ 31 കൊണ്ട് അവളിപ്പോൾ ഈ ക്ലിനിക്കിലെ തൽക്കാലം നിർത്തിക്കൊണ്ടൊരു 3 മാസം തുടർച്ചയായി പഠിക്കാനായിട്ട് ഇരിക്കുവാണ്. അതുകൊണ്ട് ഏപ്രിൽ PG നീറ്റിന് വേണ്ടി ഒന്ന് ഫോക്കസ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഈ കഴിഞ്ഞ ദിവസം പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം ഞാനൊരു സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു. എൻ്റെ അച്ഛൻ, എന്നെക്കാൾ കൂടുതൽ തിരുവഞ്ചൂരുകാർക്ക് അറിയാം എൻ്റെ അച്ഛനെ, സഖാവ് എട്ടുപുറ രവി. പുള്ളി സഖാവാണെങ്കിലും ഏത് രാത്രി, ഏത് സമയത്ത് ആര് ചെന്നാലും, ഏത് പാർട്ടിക്കാർ ചെന്നാലും, ഏത് രാഷ്ട്രീയക്കാരൻ ചെന്നാലും അദ്ദേഹം സൈക്കിളാണ് കയറത്തില്ല. സൈക്കിളിന് പുറകിലൊന്നും കയറത്തില്ല എന്നുള്ളതുള്ള പുള്ളിക്ക് അസുഖങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഓട്ടോറിക്ഷയെങ്കിൽ ഓട്ടോറിക്ഷ, ബൈക്കിൻ്റെ പുറകെങ്കിൽ ബൈക്കിൻ്റെ പുറകെ കയറി ഏതാളിനെയും സഹായിച്ചിട്ടുള്ള വ്യക്തിയാണ് എൻ്റെ അച്ഛൻ, സഖാവ് എട്ടുപുറ രവി. രാഷ്ട്രീയത്തിലെത്തൊന്നും കിടക്കുന്നില്ല, മറ്റു കാര്യങ്ങൾ, രാഷ്ട്രീയത്തിൻ്റെ ഒരു കാര്യവും ഞാൻ പറയുന്നില്ല, ഞാൻ പറഞ്ഞെന്നുള്ളൂ. അപ്പം ഈ കഴിഞ്ഞ ദിവസം പറയാതിരിക്കാൻ പറ്റത്തില്ല, ചലച്ചിത്ര അക്കാദമി ചെയർമാൻ ശ്രീ പ്രേംകുമാർ അദ്ദേഹം പറഞ്ഞു, സീരിയലുകൾ എൻഡോസൾഫാൻ പോലെ മാരകമായ വിഷമുള്ള ഒന്നാണെന്ന്. ഇത് പറയാൻ എന്ത് യോഗ്യതയാണ് അദ്ദേഹത്തിനുള്ളതെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചറിയാം. ശ്രീ പ്രേംകുമാറിന്, അദ്ദേഹം ഈ CPM-ന് പറ്റിയ അപചയം എന്ന് പറയുന്നത് ഇതുപോലെയുള്ള ആളുകളെ പറയാതിരിക്കാൻ പറ്റത്തില്ല. ഞാൻ ഒരു സഖാവിൻ്റെ മോനെ, ഞാൻ പഴയ SFI-കാരനാണ്, DYFI-കാരനായിരുന്നു, ഒരു പേടിയില്ല. ഇങ്ങനെയുള്ള ആളുകളെ അനർഹമായ സ്ഥാനത്ത് എത്തിച്ചതാണ് CPM-ന്റെ അപജയം. ഒന്ന് സഖാവ് പ്രേംകുമാർ, ചിന്ത ജെറോ, ആര്യ രാജേന്ദ്രൻ തിരുവനന്തപുരം മേയർ, ഇങ്ങനെ ഇതുപോലെ പലരും ഉണ്ട്. ഇങ്ങനെയൊക്കെ ഇവരെ അർഹതയില്ലാത്ത സ്ഥാനത്ത് എത്തിച്ചതാണ് CPM-ന്റെ അപജയം. ഞാനിപ്പോഴും മനസ്സുകൊണ്ട് CPM-കാരനാണ്, അത് മാറാൻ പറ്റത്തില്ല. ഇത് രാഷ്ട്രീയമായിട്ട് കണക്കാക്കരുത്. പിന്നെ ഇദ്ദേഹം പറഞ്ഞു, ഈ പ്രേംകുമാറിനെ ഇവിടെ പൊതുസമൂഹം അറിയുന്നത് എങ്ങനെ? ദൂരദർശൻ സീരിയൽ ലെംബോ എന്നിലെ ഒരു കഥാപാത്രം ചെയ്താണ് പ്രേംകുമാറിനെ അറിയുന്നത്, അല്ലേ? പിന്നെ അദ്ദേഹം, ഞാനിപ്പോൾ അഭിനയിക്കുന്ന V-Trax സാന്ദ്ര കമ്മ്യൂണിക്കേഷൻ്റെ ബൈജു ദേവരാജിൻ്റെ സീരിയലിൽ മാനസപുത്രി എന്ന് പറഞ്ഞ ഏഷ്യാനെറ്റിലെ ഒരു സൂപ്പർ ഹിറ്റ് സീരിയലിൽ അദ്ദേഹം ഒരു കഥാപാത്രം ചെയ്തു.
അദ്ദേഹം ഇപ്പം പറഞ്ഞ പ്രഭാഷണത്തിലെ എൻഡോസൾഫാൻ സീരിയലാണ്. ആ സീരിയലിൽ പുള്ളി അഭിനയിച്ചു. പുള്ളിക്ക് ആ കഥാപാത്രം ഒന്നും ആകാൻ പറ്റിയില്ല. അതിൻ്റെ ഒരു ഫ്രസ്ട്രേഷൻ പുള്ളിക്കുണ്ട്. അതിൽ മാനസപുത്ര സീരിയലിൽ സ്കോർ ചെയ്തത് ചേർത്തല ജയനാണ്. ചേർത്തല ജയൻ ഇന്ന് സിനിമയിൽ സജീവമാണ്. അതിലെ ഒരു കഥാപാത്രം ചെയ്തു. അപ്പം ഇതിൻ്റെയൊക്കെ ഒരു എനിക്കൊന്നും ആകാൻ സാധിക്കാത്തതിൻ്റെ ഫ്രസ്ട്രേഷനും പിന്നെ അനർഹമായി കിട്ടിയ സ്ഥാനം രഞ്ജിത്ത് ഡയറക്ടർ രഞ്ജിത്ത് എന്തുകൊണ്ടാണ് മാറിയെന്നറിയാമല്ലോ. അത് എടുത്ത് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പം വീണ് കിട്ടിയ അനർഹമായി കിട്ടിയ ഒരു സ്ഥാനത്തെത്തിയപ്പോൾ എന്തെങ്കിലും പറയണ്ടേ എന്ന് ചോദിച്ചുകൊണ്ട് ഒരു പ്രഭാഷണം നടത്തി. സീരിയലുകൾ എൻഡോസൾഫാൻ പോലെ മാരകമായ വിഷമുള്ള ഒരു സാധനമാണെന്നാണ്. ഞാൻ സർക്കാർ ജോലി കളഞ്ഞിട്ട് ഇതുകൊണ്ട് ജീവിക്കുന്ന ആളാണ്. എനിക്ക് പൊള്ളും. ഇങ്ങനൊരു മൈക്ക് കിട്ടി ഇപ്പോൾ പറയാതിരിക്കുന്നത് അത് നമ്മളുടെ ഒരു ഇതിന് ചേർന്നതല്ല, അതുകൊണ്ട് പറഞ്ഞെന്നുള്ളേ ഉള്ളൂ. വിയോജിപ്പുള്ള ഉണ്ടാകാം. പിന്നെ ഇനി ഒരു രക്ഷകർത്താവ് എന്നുള്ള നിലയ്ക്കും ഞാൻ കുട്ടികളോട് പറയാനുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ. ഇപ്പം ചില രക്ഷകർത്താക്കൾ, ഞാൻ ഒരു രക്ഷകർത്താവാൻ ആദ്യം പഠിക്കണം. ഞാൻ മക്കളെ വളർത്തുന്നതിനും മക്കൾക്ക് പ്രഭാഷണങ്ങൾ കൊടുത്ത് ഉപദേശങ്ങൾ കൊടുക്കുന്നതിന് മുമ്പ് ഞാൻ നല്ലൊരു രക്ഷകർത്താവാകാൻ പഠിക്കണം. എൻ്റെ മകൾ 1 മണിക്കൂർ സീരിയൽ കണ്ടിട്ട് CBSE 10ാം ക്ലാസ്സിൽ എല്ലാ വിഷയത്തിനും A+ വാങ്ങിച്ചിട്ടുള്ള ഒരു കൊച്ചിൻ്റെ അച്ഛനാണ്. അവളിപ്പോൾ ഡോക്ടറാണ്. അതാണ് ഇപ്പോൾ പറഞ്ഞു വന്നത്. പിന്നെ എനിക്ക് മക്കളോട് പറയാനുള്ളത്, നിങ്ങൾ ഈ സീരിയൽ കണ്ട് വിലയേറിയ സമയങ്ങൾ കളയരുത്. നിങ്ങൾക്കൊരു ലക്ഷ്യബോധം ഉണ്ടാകണം. സീരിയലുകൾ എൻഡോസൾഫാൻ പോലെ മാരകമായതുകൊണ്ടല്ല, നിങ്ങൾ പഠിക്കുന്നതിനൊരു സമയം നിശ്ചയിച്ച് കൃത്യമായ ഒരു ലക്ഷ്യത്തിലെത്താൻ കൃത്യമായ പഠനം ആവശ്യമാണ്. വിദ്യാഭ്യാസം ഇല്ലാതെ എന്തുണ്ടായിട്ട് ഒരു കാര്യമില്ല. വിദ്യാഭ്യാസം നമ്മളുടെ ബേസ്മെൻ്റാണ്. അടിത്തറ ഇല്ലെങ്കിൽ വലിയ കൂറ്റൻ ബംഗ്ലാവ് വെച്ചിട്ട് ഒരു കാര്യമില്ല. അത് വിള്ളൽ വീണ് പൊളിഞ്ഞ് തകരും. അതുകൊണ്ട് നിങ്ങൾ പഠിക്കുന്ന സമയം കൃത്യമായിട്ട് നിങ്ങൾ ചാർട്ട് ചെയ്ത് ടൈം ടേബിൾ ഇട്ട് പഠിക്കണം. നമ്മൾ നന്നായിട്ട് പഠിക്കണം. നമ്മുടെ ലക്ഷ്യത്തിലെത്തണം. ഏതാണ് ലക്ഷ്യമെന്ന് തീരുമാനിച്ച് ആ ലക്ഷ്യത്തിന് വേണ്ടി ശക്തമായിട്ട് നിലപാടെടുക്കുക, പഠിക്കുക, ശ്രമിക്കുക. നമ്മൾ നാളെ നമ്മൾ ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിൽ എത്തിച്ചേരും. അതിനെല്ലാവരെയും ജഗദീശൻ അനുഗ്രഹിക്കട്ടെ. തണൽ കൂട്ടായ്മയ്ക്കും ഇന്ന് ഇവിടെ വന്നിരിക്കുന്ന എൻ്റെ കുഞ്ഞുമക്കൾക്കും എല്ലാവർക്കും, ഇവിടെ രക്ഷകർത്താക്കൾക്കും സഹോദരന്മാർക്കും എല്ലാവർക്കും ജഗദീശ്വരൻ നല്ല നാളെ ഉണ്ടാകട്ടെ. 2025 എല്ലാവർക്കും നല്ലൊരു വർഷമായിരിക്കട്ടെ. പുതുവർഷം എല്ലാവർക്കും നല്ലൊരു വർഷമായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.